ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് വെച്ചാൽ തക്കാളി ടൊമാറ്റോ അച്ചാറാണ്. തക്കാളി വെച്ചൊരു അച്ചാറിട്ടതാണ്. ഈ അച്ചാർ വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതായത് ഇത് ചോറിന് കൂട്ടാൻ ഇത് മാത്രം മതി എന്ന് പറയാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പം അതിനുവേണ്ടി തക്കാളി സാധാരണ അച്ചാറിന് ചേർക്കുന്നുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിതൊക്കെ നന്നാക്കിയെടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചു. പാനിലോട്ട് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഉലുവ പൊട്ടിച്ച് പിന്നെ കടുകും കൂടി പൊട്ടിച്ച് ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇത്തിരി വെള്ളമായി ഉള്ളതുകൊണ്ടാണ് തന്നെ അങ്ങനെ ഓയിൽ കുറച്ചൊന്ന് തെറിക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരണം. വാടി വരുമ്പോഴാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മുളകും ബാക്കി കാശ്മീരി മുളക് പൊടി 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഈ തക്കാളി പൊടിയായിട്ട് അരിയുന്നതാണ് നല്ലത്. അപ്പം ഇത് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി അല്പം വഴന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നല്ലപോലെ ഉടഞ്ഞു വരും. തക്കാളി മുളക് പൊടി ചേർത്താൽ പെട്ടെന്ന് ഉടയുന്നതാണ്. ഞാൻ ഇതിലോട്ട് വിനാഗിരിക്ക് പകരം പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഒരു ചെറിയ പുളിയേ ആവശ്യമുള്ളൂ. ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തു. ഇത് ഡ്രൈ ആയിട്ടുള്ള അച്ചാർ വേണ്ടവർക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട. ഈ പുളിവെള്ളം കുറച്ച് പുളി കുറച്ച് വെള്ളത്തിൽ കലക്കി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ലാസ്റ്റ് ഞാനൊരു ഇതിലോട്ട് എല്ലാം പരുവായതിന് ശേഷം ഞാൻ കായപ്പൊടിയും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ചേർക്കാം, അല്ലെങ്കിൽ കായപ്പൊടി ആണെങ്കിലും മതിയാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. പക്ഷേ ഇത് കുറേ ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത്